ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളുടെ ബർത്ത്ഡേ വരുന്നുണ്ട്, ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ട് എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേ സെലിബ്രേഷനാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ എന്ന് പറയുന്നത് സ്കൂളിൽ കുട്ടികളുടെ പ്രോഗ്രാമിന് പോയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാനുണ്ട്, ബലൂൺ വീർപ്പിക്കാനുണ്ട്, എന്താ പറയുക, ഡെക്കറേഷൻ്റെ A to Z എല്ലാം ചെയ്യാനുണ്ട്. ഒന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ. ആദ്യം നമുക്ക് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യണത് കാണാം. അതായത് എന്താ പറയുക, ഒരു സ്പൈഡർമാൻ യൂണിക്കോൺ തീമിലാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ പക്കാ ഒരു രീതിയിലൊന്നും ചെയ്യണില്ല, ജസ്റ്റ് കുട്ടികളുടെ ഒരു ഇഷ്ടമല്ലേ, അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളതുകൊണ്ട് ചെറുതായ രീതിയിൽ അങ്ങനത്തെ കുറച്ച് ഡെക്കറേഷൻസ് ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട്, ബലൂണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മളെ രീതിയിലൊന്ന് അറേഞ്ച് ചെയ്യുക. വലിയ ഡെക്കറേഷൻസ് ഒന്നും അറിയില്ല കേട്ടോ. പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര ഡെക്കറേഷൻസ് എന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ബർത്ത്ഡേക്ക് ആരും, അതായത് പുറത്തുനിന്നൊന്നും അറിയില്ല കേട്ടോ. നമ്മുടെ വീട്ടിലിട്ട്, അതായത് എൻ്റെ ഇക്കാടെ വീട്ടിലുള്ളവരും എൻ്റെ വീട്ടിലത്തെ എൻ്റെ ഉമ്മയും ഉപ്പയും ഒക്കെ തന്നെ ഉള്ളൂ. ഇനി നമുക്ക് ഓരോന്ന് വഴിയെ കാണാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ വ്ളോഗ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇഷ്ടപ്പെടുന്ന എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ബലൂൺസൊക്കെ വീർപ്പിച്ച് എന്താ പറയുക, ആർച്ചൊക്കെ ആക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടോ. കുറച്ച് ബലൂൺസൊക്കെ പലതരം കളേഴ്സ് ഉണ്ട്, ഗ്രീൻ, റെഡ്, അങ്ങനെ എല്ലാം മിക്സപ്പ് ചെയ്തിട്ട് നമ്മളൊരു ആർച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ഫോയിൽ ബലൂൺസ്, അതായത് യൂണിക്കോൺ തീമിൽ വരുന്ന യൂണിക്കോൺസൊക്കെ ഇതാ ഇങ്ങനെ ഫോയിൽ ബലൂൺസൊക്കെ അതും നമ്മൾ വീർപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ നമുക്ക് ഒന്ന് പ്ലേസ് ചെയ്യണം എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട്. അപ്പോൾ അതിൻ്റെ പരിപാടി നോക്കാം. നമ്മുടെ ഡെക്കറേഷൻ പരിപാടികളും കേക്ക് സെറ്റാക്കലും ഒക്കെ കഴിഞ്ഞ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ബലൂണ് ഒക്കെ വീർപ്പിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ പ്ലേസ് ചെയ്യുന്നതൊന്നും എനിക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. നമ്മുടെ കുട്ടിപ്പട്ടാളൻസ് അല്ലേ, അവരുടെ അടിപിടി ബഹളങ്ങളുടെ ഇടയിൽ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്തായാലും നിങ്ങളൊക്കെ അത് കാണാതിരിക്കുന്നത് നല്ല അടിപിടിയായിരുന്നു. പിന്നെ ഒരാൾക്ക് സ്പൈഡർമാൻ തീമും ഒരാൾക്ക് യൂണിക്കോൺ തീമും ആയിരുന്നു കേട്ടോ. ഹെവി ആയിട്ടുള്ള ഡിസൈൻസ് ഒന്നുമല്ല കേട്ടോ, സിമ്പിളായിട്ടാണ് യൂണിക്കോൺ ആണെങ്കിലും സ്പൈഡർമാൻ ആണെങ്കിലും കൊടുത്തിട്ടുള്ളത്. നമ്മുടെ അഴകിയ രാവണൻ എന്ന ഫിലിമില്ലേ, അതിലൊരു നല്ല അടിപൊളി ഒരു ഡയലോഗ് ഉണ്ട്. അവിടെ താലിക്കിട്ടേ ഇവിടെ പാല് കാച്ചൽ, അവിടെ താലിക്കിട്ടേ ഇവിടെ പാല് കാച്ചൽ, അങ്ങനത്തെ ഒരു ഡയലോഗില്ലേ, അത് പറഞ്ഞ പോലെയാണ് കേട്ടോ. ഇവിടെ എൻ്റെ അനിയത്തിൽ നിന്ന് ഫോട്ടോ എടുക്കുന്നു, ഡെക്കറേഷൻ ചെയ്തതൊക്കെ ഫോട്ടോ എടുക്കുന്നു, അപ്പുറത്തെ കുട്ടി ടാളൻസൊക്കെ നിന്ന് തല്ലൂടുന്നു, അത് എടുത്ത് പറിക്കുന്നു, ഇതെടുത്ത് ഓടുന്നു, തല്ലിട്ട് അങ്ങനെ ആകെ ബഹളമായ. പിന്നെ അതൊക്കെ അല്ലേ ഒരു രസം. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ പാരൻസും കേട്ടോ, അതായത് എൻ്റെ പാരൻസും എൻ്റെ ഇക്കാടെ പാരൻസും, അവരിതൊക്കെ കണ്ട് ആസ്വദിച്ച് എങ്ങനെ ഇരിപ്പുണ്ട്. ആ വക കലാപരിപാടികൾക്ക് ശേഷം നമ്മൾ ഫൈനലി കേക്ക് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അതാണ് ഇപ്പോൾ കാണുന്നത്. എന്തായാലും ആ കേക്ക് കട്ട് ചെയ്യാനുള്ള അവരുടെ ആ ഒരു തിരക്ക് എന്തായാലും അവസാനിപ്പിച്ചുകൊണ്ട് നമ്മൾ കേക്ക് കട്ട് ചെയ്യാനായിട്ട് കടന്നു. അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ കയ്യെ പിടിച്ചപ്പോൾ ആരും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരൊക്കെ വലിയ ആൾക്കാരായി പോയില്ലേ. എന്നാലും കേക്ക് കട്ട് ചെയ്ത് ആദ്യത്തെ പീസ് എനിക്ക് തന്നെ തന്നപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി കേട്ടോ. പിന്നെ അത് കേക്ക് കൊടുക്കുന്ന ചടങ്ങിലോട്ട് കടന്നു. എല്ലാവർക്കും അവർ തന്നെ കേക്ക് കട്ട് ചെയ്യുന്നു, കൊടുക്കുന്നു, കട്ട് ചെയ്യുന്നു, കൊടുക്കുന്നു. ആ ചടങ്ങാണ് കേട്ടോ ഇപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾസിൻ്റെ കേക്ക് കൊടുക്കുക ചടങ്ങ് കഴിഞ്ഞപ്പം അത് നമ്മളെ പാരൻസ് ഏറ്റുവാങ്ങി കേട്ടോ. അവർ കേക്ക് കൊടുക്കാനും ഒപ്പം നിന്ന് ഫോട്ടോസ് എടുക്കാനൊക്കെ തുടങ്ങി. ആദ്യം ഇക്കാടെ ഉപ്പയും ഫോട്ടോസ് എടുത്തു, കേക്ക് കൊടുത്തു. പിന്നെ അതിന് ശേഷം എൻ്റെ ഉമ്മയും ഉപ്പയാണ് കേട്ടോ ഇത് കേക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കേക്ക് കട്ട് ചെയ്യലും കൊടുക്കലും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ആ ടേബിളൊന്നും മൊത്തം കാണാനുണ്ടായിരുന്നില്ല ഗൈസ്. അത്രയും നല്ല രൂപത്തിലായിരുന്നു കേക്ക് കൊടുക്കുക ചടങ്ങ് കഴിയുമ്പോഴത്തേനും. അങ്ങനെ നമ്മുടെ കേക്ക് കട്ടിങ്സിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാമെന്നുള്ള തീരുമാനിച്ചു. അങ്ങനെ അതിന് വേണ്ടി നമ്മൾ ഫുഡൊക്കെ സെറ്റാക്കി വെച്ചു. ഫസ്റ്റ് തന്നെ നമ്മുടെ കുട്ടിപ്പട്ടാളൻസ് ആണ് ഫുഡ് കഴിക്കാനിരുന്നത്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഈ ഫുഡ് കാണുമ്പോൾ നല്ല മന്തി അത് കാണുമ്പോൾ ഇപ്പോൾ കൊതി വരുന്നുണ്ട് ഗൈസ്. ഇതിന് ശേഷം നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത വർഷം ഇൻഷാ അല്ലാഹ്. അങ്ങനെ നമ്മുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ കഴിഞ്ഞ് ഒരു സെലിബ്രേഷൻ ആയിരുന്നു. കുഞ്ഞു ഡെക്കറേഷൻസ് ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക.
ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊക്കെ. ഗിഫ്റ്റ് പൊട്ടിക്കാനുള്ളൊരു എന്താ പറയുക, ആ ഒരു തന്ത്രപ്പാടിലാണ്. കാരണം ഇതുവരെ ഞാനത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് സാവകാശം അതൊക്കെ എന്താ പറയുക അൺബോക്സ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മക്കളുടെ ബർത്ത്ഡേ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ ഇനി വലിച്ചു നീട്ടാണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.